ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഒരു സൺഡേ വ്ളോഗാണ് കേട്ടോ ഇടുന്നത്. നമുക്ക് ഒരു കല്യാണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ രാവിലെ നേരത്തെ തന്നെ ഞാൻ തലേ ദിവസം മൈലാഞ്ചിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല. അപ്പോൾ ഇതാ രാവിലെ തന്നെ കുറച്ച് തുണികൾ വാഷ് ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ രാവിലെ അതിനു വേണ്ടി മുകളിലോട്ട് വന്നാണ് കേട്ടോ. ഇനി അതൊക്കെ ഒന്ന് കഴുകിയിടട്ടെ എന്ന് വെച്ചിട്ട്, ഇല്ലെങ്കിൽ പിന്നെ അതെല്ലാം പാടാകുമ്പോഴേക്കും ഒരുപാടാവും. അപ്പോൾ അത് ആ പണിയൊക്കെ കഴിഞ്ഞു താഴെ ഇറങ്ങി ദോശയും ചമ്മന്തിയൊക്കെ ആക്കി ഫുഡ് കഴിക്കലും റെഡിയാവലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അത് അത്യാവശ്യം നല്ലോണം ദൂരമുണ്ട് കല്യാണം കെട്ടാൻ പോണത്. ഇവിടുത്തെ ഇമ്മാൻ്റെ ആങ്ങളുടെ മോൻ്റെയാണ് കേട്ടോ കല്യാണം. അപ്പോൾ അതിനായിട്ട് പോകണം. അപ്പോൾ പോണ വഴിക്ക് ഹിസോട്ടിക്കൊരു ഫാൻസി ചെരുപ്പില്ല അവൾക്ക്. അപ്പം ഞാൻ അതൊന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് പാർലയിലെത്തിയപ്പോൾ ഷോപ്പിലോട്ട് കയറിട്ടോ. നാത്തോൻ്റെ മോനാണത്. അപ്പോൾ ഇതാ ഹിസോട്ടിക്ക് ഏതാ കാലിലേക്ക് നന്നാവാന്ന് വെച്ചിട്ട് നോക്കിയപ്പോൾ എല്ലാവർക്കും ഈ ബട്ടർഫ്ലൈ വന്നിട്ടുള്ള മോഡലാണ് കേട്ടോ ഇഷ്ടമായത്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു. ഇതാണ്ടോ, അപ്പോൾ അതൊന്നുകൂടെ നന്നായിട്ടുണ്ട് പറഞ്ഞപ്പോൾ അതെടുത്തു. നമ്മളിതാ ഇനി അതൊക്കെ പാക്ക് ചെയ്യാൻ കൊടുക്കണം കേട്ടോ. പിന്നെ അവിടെ ഒത്തിരി മോഡൽസ് ഉണ്ട് കേട്ടോ. എന്താണ് വലിയവൻ്റെ ആയാലും ഒക്കെ ആയിട്ട് നല്ല നല്ല ചെരുപ്പുകളാണ് കേട്ടോ. അത് നാത്തോൻ്റെ മോള്, ചെറിയ നാത്തോൻ്റെ മോളും മോനുമാണ് കേട്ടോ അത് കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ ചെരുപ്പ് ഏതെടുത്ത് എന്നുള്ളത്. ഇനി അവൾക്ക് ഇഷ്ടമായിട്ടോ. ഇപ്പം ആ പെപ്പ് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അവൾക്ക് പൊതുവെ ചെരുപ്പിനോട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ തന്നെ കണ്ടാലും അവൾ എടുത്തിട്ടിട്ട് വെറുതെ നടന്നോളൂ കേട്ടോ ഉള്ളിലൊക്കെ. അപ്പം ഇത് വന്നിട്ട് നമ്മുടെ പറളി പാലമാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ നല്ലോണം നിറഞ്ഞിട്ടുണ്ട്. പറഞ്ഞാൽ നല്ലോണം നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത്രയും മഴയും കാര്യങ്ങളുമാണ്. ഒരുപാട് ആൾക്കാർ വല്ലാതെ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. പഠിച്ചവൻ എല്ലാവരും ബുദ്ധിമുട്ടും മാറ്റി കൊടുക്കട്ടെ. കാരണം നമ്മളൊക്കെ ഒരു മഴൻ്റെ ഒരു ഇതിൽ നമുക്ക് ഇരിക്കാനൊരു വീടെങ്കിലും ഉണ്ട്, അതുപോലും ഇല്ലാത്ത ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. അവർക്കൊക്കെ ഒന്ന് ഇതാക്കി കൊടുക്കട്ടെ. അതിൻ്റെ ഇടയിൽ ചെറിയൊരു ഷോർട്സൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ അവിടെ എത്തിയിട്ടോ. ഇത് വന്നിട്ട് മഞ്ഞളൂര് പറയും, അവിടെ വെച്ചിട്ടാണ് കല്യാണം. അവിടെയാണ് പെണ്ണിൻ്റെ വീട് കേട്ടോ. അപ്പോൾ അവിടെ എത്തി ഇറങ്ങി. അപ്പോൾ ചെക്കനും കൂട്ടരൊക്കെ എത്തണുള്ളൂ. ഞങ്ങൾ കുറച്ച് മുന്നെത്തി. അപ്പോൾ ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്തു കേട്ടോ. വെള്ളമൊക്കെ കുടിച്ച് അവിടെ കുറച്ച് നേരം പുറത്ത് വെയിറ്റ് ചെയ്തു. അത്യാവശ്യം നല്ലോണം തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വലിയ മണ്ഡപമായതുകൊണ്ട് തന്നെ അത്ര വലിയ തിരക്ക് നമുക്ക് ഫീൽ ചെയ്യണില്ല. അപ്പോൾ രണ്ട് തരത്തിലുള്ള വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുടിച്ചു. പിന്നെ എല്ലാവരും അപ്പോഴേക്കും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വലിയ നാത്തൂനും മൂത്തശ്ശനും കുട്ടികളും വലിയ നാത്തൂൻ്റെ മോളും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സീലിംഗ് ഒക്കെ ഉണ്ടോ, ഫാനിൻ്റെ ഒക്കെ നന്നായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിനി ഫുഡ് കഴിക്കട്ടെ കൊണ്ട് കയറണം കേട്ടോ. താഴെ തന്നെയാണ്. അപ്പോൾ കുമ്പളങ്ങ മുട്ടായി ഉണ്ട്. പിന്നെ നല്ല സൂപ്പർ മട്ടൻ ബിരിയാണി ഉണ്ട്. പിന്നെ വന്നിട്ട് ചിക്കൻ ബിരിയാണിയാണ്. പിന്നെ ഈന്തപ്പഴ അച്ചാറുണ്ട്, ചിക്കൻ പൊരിച്ചതുണ്ട്, കായച്ചാറുണ്ട്, സാലഡ്. ഫുഡൊക്കെ സൂപ്പറായിരുന്നു. പിന്നെ അവിടെ വന്ന് മേലെ വന്നിരുന്നു. വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എന്താണെന്ന് അറിയില്ല കേട്ടോ. നമ്മൾ ഓരോ ഭാഗം ഫുള്ള് സ്ക്രീൻ ആക്കുമ്പോൾ ചില ഭാഗങ്ങൾ ഡബിളായിട്ട് കാണുകയാണ് കേട്ടോ. അത് നമ്മൾ ഇപ്പുറം ക്ലിയർ ആക്കുമ്പോൾ അപ്പുറം അങ്ങനെ ആവേണ്ടത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ചില ഭാഗങ്ങളിൽ നിങ്ങൾക്ക് ഡബിളായിട്ട് കാണും കേട്ടോ. പിന്നെ കുട്ടികൾ ഐസ്ക്രീം കഴിക്കുന്നതിൻ്റെ തിരക്കിലാണ് കേട്ടോ. ഞങ്ങൾ അവിടെ നിന്നൊക്കെ വന്ന ശേഷമാണ് ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി താഴേക്ക് വന്നത്. അപ്പോൾ അവർ കഴിക്കുന്ന സീൻ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. പുതിയ മോഡലിലൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ അതുപോലെ വീഡിയോ എടുത്തിട്ട് ഇതിലിട്ടാണ്. പിന്നെ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഇനി റിസപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ നേടണം എന്ന് ആഗ്രഹിച്ചു, പക്ഷെ എനിക്കത് സാധിക്കുമെന്ന് അറിയാതിരുന്നൊരു സംഭവം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ ഞാൻ പറയാം. പിന്നെ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ കാളവണ്ടിയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അതുകൂടെ ജസ്റ്റ് ഒന്ന് എടുത്താണ് കേട്ടോ. അത് വന്നിട്ട് നമ്മുടെ 9-ാം മൈലത്തെ ആൾക്കാരാണ് പറഞ്ഞിട്ടൊക്കെ പറഞ്ഞു തരാണ്.
പിന്നെ അതാ റിസപ്ഷന് പോകാനൊക്കെ റെഡിയായി വന്നു. പിന്നെ എല്ലാവർക്കും ചായയൊക്കെ വെച്ച് കൊടുത്തു. ഞങ്ങൾ പിന്നെ അതാ വീണ്ടും റെഡിയൊക്കെ ആയി മാറ്റി പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം ചെറിയ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ്. ഇത് വന്നിട്ട് നാത്തോൻ്റെ പേരക്കുട്ടിയാണ്. അപ്പോൾ അവർ രണ്ടാളും ഏകദേശം ഒരേപോലത്തെ ഉടുപ്പാണ് കേട്ടോ. സംഭവം ഹിസൂട്ടിക്ക് അതുപോലത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ റിഫമോൾ ഇട്ട് കണ്ടപ്പോൾ ഞാൻ അവൾക്ക് കൂടെ ഇട്ട് കൊടുത്താണ് കേട്ടോ, ഒരേപോലെ കണ്ടപ്പം. അപ്പോൾ അത് അവിടെ നിന്നൊക്കെ ഇറങ്ങിയിട്ടോ, ഇനി വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ആ കാറിൽ നിന്നൊന്ന് സെറ്റാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ അതാ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇത് വന്നിട്ട് മാമാൻ്റെ വീട്ടിലത്തെ ഫംഗ്ഷൻ കേട്ടോ, വൈകുന്നേരത്തെ റിസപ്ഷനാണ്. അപ്പോൾ അതാ മണ്ഡപത്തി ഇവിടെ അടിപൊളി പരിപാടിയും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു കേട്ടോ. എന്തും നമ്മൾ ഇറങ്ങുന്ന ടൈമിലൊക്കെ ഒരു മഴൻ്റെ ഗ്യാപ്പ് കിട്ടി, അതുകൊണ്ട് നമുക്ക് പോകാനും വരാനും വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ കുട്ടികളിനെയൊക്കെ വെച്ച് പോകുമ്പോൾ നല്ല റിസ്ക് തന്നെയാണ്, നമുക്ക് പുറത്ത് പോകണമെന്നേ തോന്നാറില്ല മഴ ഒരുപാടുണ്ടെങ്കിൽ. അപ്പോൾ ഇതാ ജ്യൂസൊക്കെ കുടിച്ചു. ഇനി അത് അവിടെ നിന്ന് ഉള്ളിലേക്ക് പോകാൻ പറഞ്ഞിട്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഹിസൂട്ടി ഇതിനൊക്കെ ഓടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ കുറച്ച് ഷോർട്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോസൊക്കെ എടുത്തു കിട്ടും. ഇക്കാൻ്റെ ഉമ്മയാണ് കേട്ടോ പച്ച ഷർട്ട് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാണ് മണ്ഡപത്തിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് വരെ കാണുന്ന വ്യൂ കേട്ടോ. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അതാ ഇനി ഉള്ളിലോട്ട് കയറാണ് കേട്ടോ. അപ്പോൾ അതാ ചെക്കനും പെണ്ണും വരുന്നുള്ളൂ. അവർ പുറത്തത്തെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഉള്ളിലോട്ട് കയറണേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് കൂടെ വീഡിയോ എടുത്തതാണ്. നാത്തോൻ്റെ മോനാണ് കേട്ടോ എനിക്കതൊക്കെ എടുത്ത് തരുന്നത്. പിന്നെ ഇതാ നല്ല രസം പരിപാടിയും കാര്യങ്ങളായിട്ട് തന്നെയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പുറത്ത് അത്യാവശ്യം നല്ലോണം മഴ തുടങ്ങി കേട്ടോ. അപ്പോഴേക്കും ഞങ്ങളൊക്കെ ഉള്ളിലൊക്കെ കയറി കഴിഞ്ഞ് ഇതായത് സെറ്റ് ആകുമ്പോഴേക്കും കണ്ടോ നല്ലോണം ഈ കുട്ടികൾ തന്നെ തോന്നുന്നു കേട്ടോ. ഫുള്ള് എന്താണ് ഇന്നത്തെ വൈകുന്നേരത്തെ പരിപാടികൾ മൊത്തം അവർ ഡ്രസ് ചേഞ്ച് ചെയ്ത് വരിക, ഡാൻസിങ് പാങ്ങൾ കേട്ടോ. കുറേ ചാടിക്കളിച്ച് ഇതാകുമ്പോൾ അവർക്കേ മതിയാവും. അപ്പോൾ ഇതാ പിന്നെ സ്റ്റേജും കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഡെക്കറേഷൻ ചെയ്ത് എനിക്ക് ഒത്തിരി ഇഷ്ടമായി, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ തന്നെ. അപ്പോൾ അതും കൂടെ എടുത്തു. പിന്നെ ഇതാ എല്ലാവരും അത് ഡാൻസ് കണ്ടിട്ട് അവിടെ അങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. നമുക്ക് കല്യാണത്തിന് പോയാൽ ബോറടിക്കില്ല കേട്ടോ, ഇങ്ങനത്തെയൊക്കെ പരിപാടികളുണ്ട് പറഞ്ഞാൽ. അപ്പോൾ അത് അവരിനെ ഇനി അവിടെ കൊണ്ടുപോയി സ്റ്റേജിൽ കയറ്റി ഇരുത്താൻ പോവാണ്. ഇനി ബാക്കിയൊക്കെ അവിടെ നിന്നുള്ള കളികളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതവർ സീറ്റൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോഴേക്കും ഫുഡിൻ്റെ അവിടെയൊക്കെ അത്യാവശ്യം തിരക്ക് തുടങ്ങി കേട്ടോ. നമ്മൾ എന്താണ് ഒരുപാട് നേരത്തെ അല്ല എന്നാൽ ഒരുപാട് വൈകിട്ടും അല്ലാത്ത പോലെയാണ് അവിടെ എത്തിയത്. പിന്നെ ഇതാ ഇവിടെ നല്ല പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല പരിപാടികൾ തന്നെയായിരുന്നു കേട്ടോ. നമുക്ക് ഇന്ന് ബോറടിക്കാത്ത വിധത്തിലുള്ളതുണ്ടായിരുന്നു. പിന്നെ കുട്ടികൾ ഇതിന് അവർ കോടിക്കളിക്കാനുള്ള സ്പേസ് ഉള്ളതുകൊണ്ട് അവർ ഇതിന് കച്ചാലും പിച്ചാലും ഓടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കണ്ടു കേട്ടോ. 5 മുതൽ 10 വരെ പഠിച്ചതാണ് കേട്ടോ ഞങ്ങൾ. അപ്പോൾ ഇതെൻ്റെ ഫ്രണ്ടാണ് കേട്ടോ, ഷംല എന്ന പേര്. ഇതവളുടെ മോനാണ്. അപ്പോൾ അവനത് കളിയൊക്കെ കണ്ടിട്ട് ആസ്വദിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടേ, കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ടാറ്റ തന്നിട്ട് പോവുകയാണ് കേട്ടോ. പിന്നെ അതൊക്കെയാണ് കളിയും കാര്യങ്ങളൊക്കെ. പിന്നെ അതാ ചെക്കൻ്റെ അവിടെ നിന്ന് പെണ്ണിൻ്റെ അവിടെ നിന്ന് വന്നിട്ട് അവരെന്തോ ഗിഫ്റ്റ് എന്തൊക്കെ സംഭവങ്ങൾ കൊടുക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അതാ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. പൊറോട്ടയും പത്തിരിയും ബിരിയാണി, ചിക്കൻ പൊരിച്ചത്, സാലഡ്, പിന്നെ ഐസ്ക്രീം, കോഫികൾ, അങ്ങനെ പലതും ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഐസ്ക്രീമിൻ്റെ സെക്ഷനിലേക്കൊന്നും പോയില്ല, കാരണം മോൾക്ക് ഭയങ്കര കഫക്കെട്ടും ജലദോഷം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോയില്ല കേട്ടോ. കാരണം ഞാൻ കഴിക്കുന്നുണ്ട് അവൾക്ക് എന്തായാലും അത് ആവശ്യം വരും. അപ്പം ഞാൻ പോവാതിരുന്ന വലിയ പ്രശ്നമില്ലല്ലോ എന്ന് വെച്ചാൽ ഞാൻ പോയില്ല. ഇനി അടുത്ത ഞങ്ങളുടെ ഫോട്ടോഷൂട്ടാണ് കേട്ടോ. കാരണം ഞങ്ങളെല്ലാ ഫാമിലി മെമ്പേഴ്സും കൂടെ കയറാമെന്ന് വെച്ചിട്ട് അതിനായിട്ട് റെഡി ആയിട്ട് അവിടെ നിൽക്കണം. അപ്പോൾ അത് കളി കണ്ടപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് കേട്ടോ. ഞങ്ങൾ മാത്രമായിട്ടുള്ള ഫോട്ടോഷൂട്ട് കഴിഞ്ഞു കേട്ടോ. പിന്നെ അതാ എല്ലാവരും പറഞ്ഞ് നമ്മളുടെ വാപ്പാൻ്റെ അവളുടെ മാമാൻ്റെ ഫാമിലി മൊത്തമായിട്ടുള്ള ഫോട്ടോ എടുക്കാനുള്ള റെഡി ആവലാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് സെറ്റാക്കി തന്നെ കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതൊക്കെ റെഡിയാക്കി ഇതാ ഫോട്ടോയിൽ പകുതിക്കാനൊന്നും കാണണമെന്നില്ല കേട്ടോ, എന്താ പറ്റിയെന്ന് അറിയില്ല, നോക്കട്ടെ. അപ്പോൾ അതാ വീഡിയോ എടുത്തോട്ട് ലാസ്റ്റ് എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു വീഡിയോ കൂടെ എടുത്ത് അപ്പോൾ ഫൈനലി ലാസ്റ്റ് ഞങ്ങളുടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഇന്ന് തന്നെ അവർ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോകും പെണ്ണിനെയും ചെക്കനെയും.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ.